നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കേരളം വീണ്ടും ചുവന്നപ്പോൾ പ്രവാസ ലോകത്ത് സമ്മിശ്ര വികാരമാണ് കാണുവാൻ സാധിക്കുന്നത്. അങ്ങനെ പ്രവചനങ്ങളും പ്രതീക്ഷകളും ഏറ്റുമുട്ടിയ ദിവസങ്ങൾക്ക് പിന്നാലെ വീണ്ടും ചുവന്നു തൊടുത്ത ചരിത്രം രചിച്ച കേരളത്തിന് രാഷ്ട്രീയം മറന്നുകൊണ്ട് പ്രവാസികളുടെ അഭിവാദ്യങ്ങൾ. ഇടവേളയ്ക്ക് ശേഷം കഴിഞ്ഞ ശനിയാഴ്ച രാത്രി മുതൽ രാഷ്ട്രീയം കത്തിപ്പടരുകയായിരുന്നുവെങ്കിലും ഇന്നലെ രാവിലെ മുതൽ LDF ലീഡ് ഉറപ്പായതോടെ ആരവങ്ങൾ അടങ്ങിയിരുന്നു. ലേബർ ക്യാമ്പുകളിലടക്കം ഏവരും അതിരാവിലെ എഴുന്നേറ്റ് ടിവിക്ക് മുന്നിൽ തന്നെ ഇരിപ്പായി. അങ്ങനെ 6:30 സ്ക്രീനിൽ സൂചനകൾ തെളിഞ്ഞപ്പോൾ ആവേശം ആർത്തിരമ്പി. ജോലിക്ക് പോകുന്ന തിരക്കിലും പലരും TV കാണാൻ മറന്നിരുന്നില്ല. രാഷ്ട്രീയം തലയ്ക്ക് പിടിച്ചവർ അവധിയെടുത്ത് ഫലപ്രഖ്യാപനം ആഘോഷമാക്കിയിരിക്കുകയാണ്. പ്രതിസന്ധി കാലത്ത് ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകാൻ പുതിയ സർക്കാരിന് കഴിഞ്ഞില്ലെങ്കിൽ പ്രവാസികളെയാകും ഏറ്റവും കൂടുതൽ ബാധിക്കുകയെന്ന ആശങ്ക പങ്കുവച്ചാണ് പലരും ആഘോഷങ്ങൾക്ക് ശേഷം വഴിപിരിഞ്ഞത്. രോഗവും തൊഴിൽ അനിശ്ചിതത്വവും പിടിമുറുക്കിയതോടെ ഭാവി തുലാസിലായ പ്രവാസികൾക്കായി പ്രഖ്യാപനങ്ങളിലൊതുങ്ങിയ പദ്ധതികൾ ഇനിയെങ്കിലും നടപ്പാക്കുമെന്ന പ്രതീക്ഷകൾ ബാക്കിയായിരുന്നു. അതേസമയം പ്രവാസി ലോകത്തെ പ്രവർത്തന പരിചയവുമായി തെരഞ്ഞെടുപ്പ് ഗോതയിലെത്തിയവർക്ക് പരാജയമാണ് നേരിടേണ്ടി വന്നത്. പ്രധാനമായും 5 പ്രവാസി സ്ഥാനാർത്ഥികളായിരുന്നു ഇക്കുറി മത്സര രംഗത്തുണ്ടായിരുന്നത്. കഴിഞ്ഞ തവണ MLA ആയ കുറ്റ്യാടിയിലെ പാറയ്ക്കൽ അബ്ദുള്ള ഉൾപ്പെടെ എല്ലാവരും പരാജയപ്പെടുകയുണ്ടായി. കൂത്തുപറമ്പിൽ ചരിത്രം തിരുത്താനിറങ്ങിയ പൊങ്കോട്ടി അബ്ദുള്ള, ഖത്തറിലെ പ്രവാസി പാറയ്ക്കൽ അബ്ദുള്ള, ഷാർജ ഇന്ത്യൻ അസോസിയേഷന്റെ ഭാരവാഹിയായിരുന്ന MA ലത്തീഫ്, മുൻ മാധ്യമപ്രവർത്തകനും ലുലു ജീവനക്കാരനുമായ ഷോഫ സുബിൻ, ഉദുമയിലെ UDF സ്ഥാനാർത്ഥി ബാലകൃഷ്ണൻ പെരിയ എന്നിവരാണ് മുൻ പ്രവാസികളുടെ മേൽവിലാസത്തിൽ തെരഞ്ഞെടുപ്പിനായി ഇറങ്ങിയത്. എന്നാൽ എല്ലാവരും തോറ്റു. കൂത്തുപറമ്പ് മണ്ഡലം പിടിച്ചെടുക്കാനായിരുന്നു പൊട്ടംകണ്ടി അബ്ദുള്ളയെ നിയോഗിച്ചത്. 9541 നോട്ടിനാണ് തോൽവി അടഞ്ഞത്. അൽമദീന ഗ്രൂപ്പ് ചെയർമാനായ അബ്ദുള്ള 45 വർഷമായി പ്രവാസി ലോകത്ത് സജീവമാണ്. CPMന്റെ KP കുഞ്ഞമ്മദ് കുട്ടിയോട് പാറയ്ക്കൽ അബ്ദുള്ള പരാജയപ്പെട്ടത്. കോൺഗ്രസിന്റെ ബാനറിൽ ഉദുമയിൽ പോരിനിറങ്ങിയ ബാലകൃഷ്ണൻ പെരിയ 13,332 വോട്ടിനാണ് CH കുഞ്ഞമ്പുവിനോട് തോറ്റത്. കാസർഗോട്ടാണ് MA ലത്തീഫ് മാറ്റുരച്ചത്. മുസ്ലിം ലീഗിന്റെ NA നെല്ലിക്കുന്നിനോട് 13,087 വോട്ടിനാണ് ലത്തീഫ് പരാജയപ്പെട്ടത്. മത്സരത്തിൽ ലത്തീഫ് 3ാം സ്ഥാനത്തേക്ക് പോയി. ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ മുൻ ജോയിന്റ് ട്രഷററും UAE IMCC മുൻ ജനറൽ സെക്രട്ടറിയുമായിരുന്നു. ലുലു ഗ്രൂപ്പിലെ മുൻ ജീവനക്കാരനായ ശോഭ സുബിൻ കയ്പമംഗലത്താണ് പരീക്ഷണത്തിനിറങ്ങിയത്. CPIയിലെ ET ടൈസണോട് 22,698 വോട്ടിനാണ് പരാജയപ്പെട്ടത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.